കാർഷിക സാങ്കേതിക വിദ്യാദിനം ഏഴോം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല, ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഏഴോം ഗ്രാമപഞ്ചായത്ത്, ഏഴോം കൃഷി വകുപ്പ്, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കർഷകരും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഗവേഷകരും പങ്കെടുത്തു. കാർഷിക പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മളാരും ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കല്യാശ്ശേരി MLA M വിജിൻ അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ കർഷകരും കാർഷിക സർവകലാശാലയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ദിനം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമായിട്ടാണ് ഈ കാർഷിക സർവകലാശാലയും വിജ്ഞാന കേന്ദ്രവും ഒക്കെ ഇത്തരം പരിപാടി ആലോചിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ടെക്നോളജിയിലുണ്ട്, പുതിയ വിജ്ഞാനങ്ങൾ വികസിപ്പിക്കുന്നതിലുണ്ട്, കൃഷിരീതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ഗവേഷണം എന്ന് പറയുന്നത് വളരെ സജീവമാണ്. ചടങ്ങിൽ വെച്ച് കർഷകരായ ഏഴോത്തെ ചേമഞ്ചേരി ഗോവിന്ദൻ നമ്പ്യാർ, പട്ടുവത്തെ M മുകുന്ദൻ, ചെറുകുന്നിലെ A സരസ്വതി, കണ്ണപുരത്തെ C ജലജ, കർഷക തൊഴിലാളികളായ M കരുണാകരൻ, M രമണി, കൃഷ്ണൻ C, സാവിത്രി K, കാർഷിക മേഖലയിൽ കയറ്റുമതിയിൽ സംസ്ഥാന അവാർഡ് നേടിയ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഒപ്പം കൈപ്പാട് ഫുഡ് പ്രോഡക്റ്റ് ലോഞ്ചിങ്ങും കർഷകർക്കുള്ള വിത്ത് വിതരണവും നടന്നു. പ്രൊഫസർ ഡോക്ടർ വനജ ടി, ഡോക്ടർ മീര മഞ്ജുഷ AV, ജ്യോതി കുമാരി KN, സുരേന്ദ്രൻ A, K സതീഷ് കുമാർ, KN ഗീത, മൃദുല MT എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നിഷാലക്ഷ്മി V ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ ന്യൂസ്, ഏഴോം.